ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ കണ്ടു കാണും, പേര് ഫിഗർ സീരീസ് കംപ്ലീഷൻ, ചാപ്റ്റർ 4 ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ കോൺസെപ്റ്റ് മനസ്സിലായി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഫിഗർ സീരീസ് കംപ്ലീഷൻ. അപ്പം നമുക്ക് എന്താണ് ഈ ഫിഗർ സീരീസ് കംപ്ലീഷൻ എന്ന് ഫസ്റ്റ് തന്നെ നോക്കാം. ഓക്കെ, figure series completion. Figure series completion is a type of problem solving exercise in mental ability test where a series of figures is presented and the test tasker need to identify the next figure in the series based on a specific pattern or rule. എന്താ ഇതിവിടെ പറയണത്? എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ മിസ് വായിക്കുന്നതായിട്ട് തോന്നിയോ? ഒന്നുമില്ല. ഓക്കെ, നമുക്ക് ഒരു പ്രത്യേക ശ്രേണിയിലുള്ള അല്ലെങ്കിൽ പാറ്റേണിലുള്ള കുറച്ച് ഫിഗേഴ്സ് തരും. ഒന്നും അതിൻ്റെ അടുത്തുള്ളതും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ പാറ്റേണിൽ കാണാതായ ഫിഗർ നമ്മൾ ഫൈൻഡ് ചെയ്യുക. അതാണ് ഫിഗർ സീരീസ് കംപ്ലീഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഫിഗർ സീരീസ് കംപ്ലീഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത് നമുക്ക് ഒരു പ്രത്യേക പാറ്റേണിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ശ്രേണി എന്ന് പറയുന്നത് നിങ്ങൾ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ പഠിക്കുന്നുണ്ട്. ഒരു പ്രത്യേക തരം കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പം നമ്പർ ഓഫ് ഐറ്റം ആയിരിക്കാം, ചിലപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ ആയിരിക്കാം. അങ്ങനെ ചില ഫിഗേഴ്സ് ഓരോ സമയത്തും, അതായത് ഒന്നിൽ നിന്ന് രണ്ടാമതിലേക്ക് വ്യത്യസ്തം വരുന്ന രീതി എന്താണെന്ന് മനസ്സിലാക്കി അതിനെ അടുത്ത ഫിഗറിലോട്ട് നമുക്ക് ആൻസറിലോട്ട് എത്തിക്കാൻ പറ്റണം. ഇതാണ് ഫിഗർ സീരീസ് കംപ്ലീഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് മെയിനായിട്ട് 4 ടൈപ്പ് ഓഫ് ഫിഗർ സീരീസ് കംപ്ലീഷനാണ് നിങ്ങൾക്ക് എക്സാമിനായിട്ട് വരിക. ഓക്കെ, 4 ടൈപ്പ് ഓഫ് ഫിഗർ സീരീസ് കംപ്ലീഷനാണ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് വൺ, ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താ? അവയുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി, ഡിസൈനുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി എന്ന് വെച്ചാൽ എന്താ? ഇപ്പം ഒരു ഫിഗറിൽ ഒരു സർക്കിളായിരിക്കും, നെക്സ്റ്റ് ഫിഗറിൽ 2 സർക്കിൾ. ഓട്ടോമാറ്റിക്കലി വി നോ ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് ഫിഗർ വി ഹാവ് ടു ഗെറ്റ് 3 സർക്കിൾ. ഇതാണ് ഡിസൈനുകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ഓർ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിസൈന് കൊണ്ട് മീൻ ചെയ്യുന്നത്. അതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ. ഇനി സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ സൈഡ് ഓഫ് ഡിസൈൻ. ഡിസൈനുകളുടെ വശത്തെ അടിസ്ഥാനമാക്കി, അതായത് ഒരു ഫിഗർ ഇപ്പം ഫോർ എക്സാമ്പിൾ 2 സൈഡ് ആയിരിക്കും, നെക്സ്റ്റ് ഫിഗർ 3 സൈഡ് ഫിഗർ ആയിരിക്കും. അപ്പം ഓട്ടോമാറ്റിക്കലി വാട്ട് ഈസ് അവർ നെക്സ്റ്റ് ഫിഗർ? എന്തായാലും നമുക്ക് വേണ്ടത് 4 സൈഡഡ് ഫിഗർ ആയിരിക്കും. ഇതാണ് ഡിസൈനുകളുടെ വശത്തെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ സൈഡ് ഓഫ് ഡിസൈൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡിസൈൻസ്. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയാം. എന്താ ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡിസൈൻ എന്ന് വെച്ചിട്ടുണ്ട്? അതിൻ്റെ മലയാളം എന്താ? സ്ഥാനം അടിസ്ഥാനമാക്കി, ഡിസൈനുകളുടെ സ്ഥാനം അടിസ്ഥാനമാക്കി. അതായത് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഒരു ട്രയാങ്കിളിനുള്ളിൽ ഇവിടെ ഒരു ഡോട്ട്, ഇവിടെ ഒരു ഡോട്ട് മാത്രം. സെക്കൻഡ് ഫിഗറിൽ ആ ഡോട്ട് ചേഞ്ച് ചെയ്ത് ഈ ഒരു കോർണറിലോട്ട് വന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഫിഗറിൽ നമുക്ക് എവിടെയായിരിക്കണം ആ ഡോട്ട് വേണ്ടത്? ഇവിടുന്ന് ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഓട്ടോമാറ്റിക്കലി നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണ്? ഈ ഒരു പ്ലേസിലായിരിക്കണം ആ ഡോട്ട് പ്ലേസ് ചെയ്യേണ്ടത്. ഇങ്ങനെ വരുന്നതിനെയാണ് ഡിസൈനുകളുടെ സ്ഥാനം അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ഡിസൈനിൽ നമുക്ക് ഫിഗേഴ്സ് വരുന്നത്. ഇനി ഫൈനലി ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് കളർ ഓഫ് ഡിസൈൻ. അതായത് ഫിഗറുകളുടെ അല്ലെങ്കിൽ ഡിസൈനുകളുടെ വലിപ്പവും നിറവും അടിസ്ഥാനമാക്കി നമുക്ക് ഫിഗേഴ്സ് തരും. അതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ആദ്യത്തെ ഫിഗർ ഒരു ചെറിയ സർക്കിള്,
അതിൻ്റെ അടുത്ത ഫിഗർ കുറച്ചുകൂടി വലിയ സർക്കിള്, അതിൻ്റെ അടുത്ത ഫിഗർ എന്തായിരിക്കണം, നമുക്ക് അതിലും ബിഗ്ഗായിട്ടുള്ള ഒരു സർക്കിളായിരിക്കണം. അതാണ് വലിപ്പം കൊണ്ട് മീൻ ചെയ്യുന്നത്. നിറം എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒരു മിനിറ്റ്, നമുക്ക് ഇവിടെ വരയ്ക്കാം. അതിലൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ വരയ്ക്കാം, നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാനിതൊന്ന് റൈസ് ചെയ്യട്ടെ. ഓക്കെ, ഇതിൻ്റെ നിറത്തെ അടിസ്ഥാനമാക്കി നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്യാമെന്നുള്ളതാണ്. ഒരു സ്ക്വയറിൻ്റെ ഉള്ളിൽ ഒരു കംപ്ലീറ്റ് ബ്ലാക്ക്, ഒരു കംപ്ലീറ്റ് വൈറ്റ്, ഒരു കംപ്ലീറ്റ് ബ്ലാക്ക്. ഇനി നെക്സ്റ്റ് ഫിഗറിൽ 2 കംപ്ലീറ്റ് ബ്ലാക്ക്, ഒരു കംപ്ലീറ്റ് സർക്കിള്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത ഫിഗർ എന്തായിരിക്കും? ഓക്കെ, ഇതെന്താ ചെയ്യണത്? ഈ ഒരു സാധനം റൊട്ടേറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ ലാസ്റ്റ് കിടക്കുന്ന ഫിഗർ ഫസ്റ്റിലോട്ട് വന്നിട്ടാണ് നമുക്കിവിടെ 2 കംപ്ലീറ്റ് കവർ ആയിരിക്കുന്ന ഡോട്ട്സും ഒരു സർക്കിളും കിട്ടിയത്. ഇനി ഇതിനെ ഒന്നും കൂടെ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഈ ഫസ്റ്റ് നമുക്ക് സർക്കിള് വരുന്നു, പിന്നെ 2 ബ്ലാക്ക് വരുന്നു. അതായത് നമ്മൾ പൊസിഷൻ എന്ത് ചെയ്തു? ഒരു പ്രാവശ്യം ജമ്പ് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഡിസൈനുകളുടെ ബേസ്ഡ് ഓൺ സൈസ് ആൻഡ് കളർ ഓഫ് ഡിസൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇത്രയും കണ്ട് ടെൻഷനൊന്നും ആവണ്ട. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ 2 ടൈപ്പ് ഓഫ് ഫിഗേഴ്സിനെ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്ത്? ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിസൈനും ബേസ്ഡ് ഓൺ സൈഡ് ഓഫ് ഡിസൈനിലും വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതാണ് 4 ടൈപ്പ് ഓഫ് ഫിഗേഴ്സ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടാലോ? ഇതൊന്നും നിങ്ങൾ ഇതിൻ്റെ തിയറി പാർട്ട് കണ്ട് ആരും ടെൻഷൻ ആവേണ്ട. സിമ്പിൾ ആൻഡ് സില്ലി ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ റെഡിയാണോ? ഇതിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ റെഡിയാണോ എല്ലാവരും? റെഡിയാണോ? ആർദ്ദന പ്ലീസ് മൂവ് മാം എന്ന് പറയുന്നുണ്ട്. കാണാലോ എല്ലാവരും. ചായ കുടിച്ചോ? ഞാൻ ചായ കുടിച്ചു. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? മാം പ്ലീസ് മൂവ് യുവർ ഹെഡ് എന്ന് പറയുന്നുണ്ട്. ഐ തിങ്ക് നൗ യു ക്യാൻ സീ. ഓക്കെ, നമ്മൾ നോട്ട്സ് അയക്കും. നിങ്ങൾക്ക് കാര്യം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്നൊന്ന് നോക്കിയാൽ മതി. നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോവുകയാണ്. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിസൈൻ. എന്താ ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിസൈൻ? ഓക്കെ, ഇൻ ദിസ് ടൈപ്പ് the changes occurred according to the number of design. ഈ തരത്തിലുള്ള ഡിസൈനുകളുടെ എണ്ണത്തിനനുസരിച്ച് ഞാൻ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം, അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. In this type, the changes occur according to the number of designs. The designs become more or less than its previous number of design. തന്നിരിക്കുന്ന ഡിസൈനിൽ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്ത് കൂടി വരാം, അല്ലെങ്കിൽ കുറഞ്ഞു വരാം. ആ ടൈപ്പിലുള്ള ഫിഗേഴ്സിനെയാണ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിസൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, എന്താ പറ്റുന്നത്? ഇതിൻ്റെ എണ്ണത്തിന് മാറ്റം സംഭവിക്കും. ചിലപ്പം 2 എണ്ണം തരും, 3 എണ്ണം തരും, 4 എണ്ണം തരും. ചിലപ്പോൾ 4 എണ്ണം തരും, 3 എണ്ണം തരും, 2 എണ്ണം തരും. നെക്സ്റ്റ് ഫിഗർ എന്തായാലും എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ടൈപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാം. ഇതാണ് ഒരു എക്സാമ്പിൾ ഫിഗർ ഞാൻ കാണിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഫിഗർ. ഞാൻ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് പറഞ്ഞേ, ഈ എക്സാമ്പിൾ ഫിഗറിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് ആണോ, സെക്കൻഡ് ആണോ, തേർഡ് ആണോ, ഫോർത്ത് ആണോ ചൂസ് ചെയ്യാൻ പോകുന്നത്? ഒന്ന് ആൻസർ വേഗം പറഞ്ഞേ. എനിക്കൊന്ന് ആൻസർ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് എന്താ കാര്യം മനസ്സിലായെന്ന് നോക്കട്ടെ. ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡിസൈൻസിൽ വെച്ചിട്ട് ഈ ഒരു പാറ്റേൺ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം, അതിന് നിങ്ങൾ ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുക്കുന്നത്? ഓക്കെ, നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം. നിങ്ങൾ ആൻസർ ഇടുമ്പോൾ നിങ്ങളുടെ പേരൊന്ന് മെൻഷൻ ചെയ്തിട്ടിടണേ, അല്ലെങ്കിൽ മിസ്സ് പേര് വിളിക്കുന്നത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഒന്ന് നിങ്ങളുടെ പേരും കൂടെ മെൻഷൻ ചെയ്തിട്ട് ആൻസർ ഇടാൻ പ്ലീസ് ഒന്ന് ശ്രദ്ധിക്കുക. കാരണം പാരൻസിൻ്റെ നമ്പറാണ് എനിക്ക് കാണാൻ പറ്റുന്നത്.
സന്ദീപ്. ഓക്കെ മാം. ഒന്ന് ആൻസർ ഇട്ടേ. എല്ലാവരുടെയും ആൻസേഴ്സ് വരുന്നുണ്ട്, എന്നാലും പോരാ. ബാക്കിയുള്ളവരൊക്കെ എവിടെ? റീന, ഞാൻ പറഞ്ഞു നെയിം ഒന്ന് ഇട്ടിട്ട് നിങ്ങൾ. ശ്രീനന്ദ പറയുന്നു പിക്ചർ 3 ആണ് ആൻസർ എന്ന് പറയുന്നു. അഡ്രിജ എന്നാണെന്ന് തോന്നുന്നു. അതുൽ, ജീവാന്തിക, അലൻ, ദിവ്യ, ഇവ എല്ലാവരുടെയും ആൻസേഴ്സ് വരുന്നുണ്ട്. അനിക, അനീഷ് കുമാർ അവർ പറഞ്ഞത് 5 ഒരു ഫിഗർ ഇല്ലല്ലോ. അപ്പം നോക്കാം നമുക്ക് എന്തായി ഈ ഫിഗറിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇവിടെ ഒരു സർക്കിൾ, പിന്നത്തെ ഫിഗറിൽ എന്താ? 2 ട്രയാങ്കിൾ, 2 ത്രികോണം. ആദ്യത്തെ ഫിഗറിൽ ഒരു വൃത്തമുണ്ട്, രണ്ടാമത്തെ ഫിഗറിൽ 2 ട്രയാങ്കിൾ ഉണ്ട്, മൂന്നാമത്തെ ഫിഗറിൽ 3 വൃത്തം അല്ലെങ്കിൽ 3 സർക്കിളുണ്ട്. അപ്പം ഇവിടെ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ട്. സർക്കിള് ഒന്നിടവിട്ട കോളത്തിൽ സർക്കിള് റിപ്പീറ്റ് ആവുന്നുണ്ട്. അങ്ങനെ വന്നാൽ ഒന്നിടവിട്ട കോളത്തിൽ നമുക്ക് എന്ത് റിപ്പീറ്റ് ആവണം? ട്രയാങ്കിൾ റിപ്പീറ്റ് ആയേ പറ്റൂ. അപ്പം 2 ട്രയാങ്കിൾ ഉള്ളിടത്ത് നമുക്ക് ഇനി 4ാമത്തെ കോളത്തിൽ വരുമ്പോൾ 1, 2, 3 എന്ന് വന്നാൽ ഇവിടെ എത്ര ട്രയാങ്കിൾ വേണം? എന്തായാലും നമുക്ക് 4 ട്രയാങ്കിൾ വേണം. അങ്ങനെ വരുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ 4 ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഓപ്ഷൻ 4 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. കണ്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈസി അല്ലേ? ഇതൊന്നും തിയറി പാർട്ട് കണ്ടപ്പോൾ എല്ലാവരും പേടിച്ചു പോയി, എന്തൊക്കെയോ മിസ് പറയുന്നു എന്ന് അല്ലേ? കണ്ടോ, അത്രയും സിമ്പിളാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പവർഫുള്ളായിട്ട് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. എല്ലാവരും നല്ല സൂപ്പറായിട്ട് എനർജറ്റിക് ആയിട്ട് ആൻസേഴ്സ് ഇടണം കേട്ടോ. നമ്മൾ ഇന്ന് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യനും എല്ലാവരും നന്നായിട്ട് ആൻസർ ഇടണം. ഇനി അത് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഐറ്റത്തിനെ, അതായത് അതിലെ നമ്പർ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തത് നമ്പർ ഓഫ് ഡിസൈൻ എന്നുള്ളത്. സെക്കൻഡ് ടൈപ്പ് എന്താ? നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ഡിസൈൻ. അവിടെ നമ്പർ ഓഫ് ഐറ്റമാണ്. ഏതെങ്കിലും ഒരു സാധനം കൂടി വരുന്നു, ഇവിടെ സൈഡ് എന്ത് ചെയ്യുന്നു? കൂടിയും കുറഞ്ഞും വരുന്നതാണ് ഇവിടെ നമ്മൾ സെക്കൻഡായിട്ട് കാണുന്ന ഫിഗറിൽ വരുന്ന വ്യത്യാസം. അപ്പം ഈ 2 ടൈപ്പുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് ഡിസൈൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ ഡിസൈനിൻ്റെ വശങ്ങളുടെ എണ്ണം കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. കൂടിയ നമ്പേഴ്സ് വന്നിട്ട് അടുത്തതിൽ കുറഞ്ഞു വരാം. ഇനി കുറഞ്ഞതിൽ നിന്ന് കൂടി വരുന്ന ഓരോ ഫിഗറുകളായിരിക്കും നമുക്ക് ഈ ഒരു ടൈപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യം വളരെ കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ കണ്ടോ, ആദ്യത്തെ ഫിഗർ നിങ്ങളൊന്ന് ആൻസർ ടൈപ്പ് ചെയ്യാം, എന്നിട്ട് നോക്കാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോയെന്ന്. ഏത് ഫിഗർ ആയിരിക്കണം ഈ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് വണ്ണോ, സെക്കൻഡ് വണ്ണോ, തേർഡ് വണ്ണോ, അതോ ഫോർത്ത് വണ്ണോ? ഒന്ന് ആൻസർ വേഗം കമൻറ്റ് ചെയ്തേ മക്കൾ. പിന്നെ നിങ്ങൾ പാരൻസിൻ്റെ നമ്പറിൽ നിന്നാണ്, പേരിൽ നിന്നാണ് റിപ്ലൈ തരുന്നതെങ്കിൽ ഒന്ന് പേര് മെൻഷൻ ചെയ്തിട്ട് ആൻസർ ഇടുക കേട്ടോ. അതായത് ഇങ്ങനെ ഇടുക. ഇപ്പം അലൻ എന്നാണ് കുട്ടിയുടെ പേരെങ്കിൽ അലൻ 1, 2, 3, 4 ഇതിൽ ഏത് ഓപ്ഷനാണ്? 4 എങ്കിൽ 4, 3 എങ്കിൽ 3, ആ രീതിയിൽ വേണം ഇന്നൊന്ന് കമൻറ്റ് ഇടാൻ. ഇതിൻ്റെ ആൻസർ പോരട്ടെ, നല്ല പവർഫുള്ളായിട്ട് പോരട്ടെ. ആൻസർ ഒന്നിട്ടേ. 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ? വേഗം ആൻസർ പോരട്ടെ. മക്കളെല്ലാം എനർജറ്റിക് ആയിട്ട് പവർഫുള്ളായിട്ട് അടിപൊളിയായിട്ട് ആൻസേഴ്സ് ഇട്ട് തന്നേ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിഗറിൽ നമ്പർ ഓഫ് സൈഡ് എന്ന് പറയുന്നത് 1, 2 2 സൈഡാണ് തന്നിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ 3 സൈഡ് ആയപ്പോഴത്തേക്കും നമ്മുടെ ഷേപ്പ് മാറി. ഇത് എന്ത് ഷേപ്പാണ്? ട്രയാങ്കിൾ. ഓക്കെ, ട്രയാങ്കിളായി, അതിന് 3 സൈഡായി. ഇനി 4 സൈഡ് വന്നപ്പോഴത്തേക്കും നമ്മുടെ ഫിഗർ എന്തായി മാറി? സ്ക്വയറായി മാറി.
ഇനി നമുക്ക് അടുത്തത് ഫിഗറിൽ എന്ത് വേണം? ഇത് 4 സൈഡ് ആയെങ്കിൽ നമ്മുടെ ആൻസർ ഫിഗറിൽ എന്തായാലും നമുക്ക് 5 സൈഡ് വേണം അല്ലേ? 5 സൈഡ് വേണമെങ്കിൽ ആ ഫിഗറിന് പറയുന്ന പേരെന്താണ്? പെൻറ്റഗൺ. 5 സൈഡുള്ള ഈ ഒരു ഫിഗർ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സർക്കിളാണോ? ഒരിക്കലും അല്ല. ഇതിൻ്റെ സൈഡുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ്. വീണ്ടും നമുക്ക് റെക്റ്റാങ്കിൾ വരുമോ? ഇല്ല. ഓക്കെ, ഇവിടെ ചതുരം വന്നു, ഇവിടെ റെക്റ്റാങ്കിൾ വരുമോ? ഇല്ല. കാരണം 4 സൈഡ്. നമുക്ക് എത്ര സൈഡ് വേണം? 5 സൈഡ് വേണം. അപ്പം 5 സൈഡ് വരുന്ന ഫിഗറായ സെക്കൻഡ് വൺ ആണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യേണ്ടത്. അല്ലാതെ 1ഉം 3ഉം 4ഉം അല്ല. കാരണം 5 സൈഡുള്ള പെൻറ്റഗൺ ആണ് നമ്മുടെ ആൻസർ. കണ്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി നമ്മൾ ഇനി ഫുള്ള് നമ്മൾ ഈ 2 ടൈപ്പിലുള്ളത് ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഓഫ് ഐറ്റംസ് ഇൻക്രീസ് ചെയ്യുന്നതും നമ്പർ ഓഫ് സൈഡ് ഓരോ ഫിഗറിൻ്റെ ഇൻക്രീസ് ചെയ്യുന്നതുമായ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നിങ്ങളാണ് പവർഫുള്ളായിട്ട് ആൻസേഴ്സ് എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഇതാ നമ്മുടെ ഫസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇതാ നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. നിങ്ങൾ ആൻസർ ഒന്ന് അയച്ചു തരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ വേഗം പോരട്ടെ. ഓക്കെ, ഉഷാറായിട്ട് മക്കളെല്ലാവരും ആൻസർ ടൈപ്പ് ചെയ്തു. ക്വസ്റ്റ്യൻ ഫിഗർ കണ്ടു. ഇനി ഇതിൽ ഏതാണ് നിങ്ങൾ ആൻസർ ഫിഗറായിട്ട് ചൂസ് ചെയ്യുന്നത്? ഓക്കെ, ഡിഫറൻസ് മനസ്സിലാക്കുക. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. വേഗം വേഗം പോരട്ടെ. ഓക്കെ, ആദ്യത്തെ ഫിഗറിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരൊറ്റ സർക്കിളേ ഉള്ളൂ. രണ്ടാമത്തെ ഫിഗറിൽ 2 സർക്കിൾ വന്നു. സർക്കിളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ്. മൂന്നാമത്തെ ഫിഗറിൽ 3 സർക്കിളാണുള്ളത്. അങ്ങനെ വന്നാൽ നാലാമത്തെ ഫിഗറിൽ നമുക്ക് എന്ത് വേണം? 4 സർക്കിൾ വേണം. അപ്പം 4 സർക്കിൾ വരുന്ന ഫിഗർ ഇതിൽ ഏതാണെന്ന് നമുക്ക് നോക്കണം. 4 സർക്കിൾ വരുന്നത് ഓപ്ഷൻ എ ആണോ, ഓപ്ഷൻ ബി ആണോ, ഓപ്ഷൻ സി ആണോ, ഓപ്ഷൻ ഡി ആണോ? എല്ലാവരും ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. ഏതായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷനായിട്ട് വരേണ്ടത്? 4 ഫിഗർ വരണം അല്ലേ? അപ്പം ഇതിൽ എത്ര എണ്ണം ഉണ്ട്? മോർ ദാൻ 4 ഉണ്ട്. നമുക്ക് അതാണോ വേണ്ടത്? ഒരിക്കലുമല്ല. ഇവിടെയോ മോർ ദാൻ 4 ഉണ്ട്. ഇതും റോങ്. ഇത് കണ്ടോ, സി ഓപ്ഷൻ 4 സർക്കിൾ, അതായിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ ഇല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓക്കെ, അലനും എല്ലാവരും ഇട്ട ആൻസേഴ്സ് കറക്റ്റ് ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. എല്ലാവർക്കും കാണാമല്ലോ. ഇവിടെ ക്വസ്റ്റ്യൻ ഫിഗർ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കണ്ടോളൂ. ഇതിൽ ഏതാണ് നിങ്ങൾ ആൻസർ ഫിഗർ ആയിട്ട് ചെയ്യുന്നത്? ഓക്കെ, ഏതാണ് നിങ്ങൾ ആൻസർ ഫിഗർ ആയിട്ട് ചെയ്യുന്നത്? ഒന്ന് നോക്കിക്കേ. ഓക്കെ, ഇവിടെ എന്താ നിങ്ങൾ കാണുന്ന വ്യത്യാസം? ആദ്യത്തെ ഫിഗറിൽ 2 കേർവ്സ് എന്ത് ചെയ്യുന്നു? താഴോട്ടും മുകളിലോട്ടുമായിട്ട് മാറി നിൽക്കുന്നു. അതെ അല്ലേ? നിങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. താഴോട്ടും മുകളിലോട്ടും ഓരോ കർവ്. അടുത്ത ഫിഗറിൽ എന്ത് സംഭവിക്കുന്നു? ഈ കർവിനെ ഒരു ലൈനും കൂടെ ജോയിൻ ചെയ്യിപ്പിച്ച് ഇപ്പം എത്ര കേർവ്സ് ആയി? 1, 2, 3 കേർവ്സ് ആയി. ഇവിടെ 2 കർവായിരുന്നു മുകളിലോട്ടും താഴോട്ടും. ഈ ഒരു ഫിഗറിലോട്ട്, സെക്കൻഡ് ഫിഗറിലോട്ട് വന്നപ്പോൾ 3 കർവായി. തേർഡ് ഫിഗറിലോട്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് ഓൾറെഡി ഉള്ളതിൻ്റെ കൂടെ എന്ത് എക്സ്ട്രാ വന്നു? ഈ ഒരു സൈഡും എക്സ്ട്രാ ആയിട്ട് വന്നു അല്ലേ? അപ്പോൾ അത് 4 സൈഡായി. ഓക്കെ, ആ കർവ് 4 കർവായി മാറി. ഇനി നമുക്ക് ഒബ്വിയസ്ലി എന്ത് വേണം? 5 കർവായിട്ട് വരണം. അതായത് ഓൾറെഡി നമുക്കുള്ളതിൻ്റെ കൂടെ ഓൾറെഡി എന്തുണ്ട്? 2 കർവ് ഇങ്ങനെയുണ്ട്,
അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് ജോയിൻ ചെയ്തു, ഈ ഒരു സൈഡ് ജോയിൻ ചെയ്തു. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും എക്സ്ട്രാ ഒരു കർവും കൂടെ വരുന്നതായിരിക്കണം നമ്മുടെ ഫിഗർ. ഇത് നോക്കിയേ, ഈ ഒരു രീതിയിലാണോ നമ്മുടെ പിക്ചർ ഉള്ളത്? അല്ല. ഇത് കണ്ടോ, ഫസ്റ്റത്തത് നോക്കിയേ, നമ്മുടെ മുകളിലോട്ടും താഴോട്ടും ഉള്ളത് ഓൾറെഡി ഉണ്ട്. പിന്നെ ഈ തേർഡ് ഫിഗർ വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു എക്സ്ട്രാ പോർഷൻ മാത്രം വന്നു. അതല്ലേ നമുക്ക് വേണ്ടത് മക്കളെ. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആദ്യത്തെ ഫിഗർ തന്നെയാണ് നമ്മുടെ ആൻസർ. അല്ലാതെ എല്ലാം കവർ ചെയ്യണോ? വേണ്ട. ഇവിടത്തെ പോലെയാണോ നമ്മുടെ ആദ്യത്തെ ഫിഗർ ഇരുന്നത്? അതുമല്ല. കണ്ടോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും ഏത് ഫസ്റ്റ് ഫിഗർ ആണ് നമ്മുടെ കറക്റ്റായിട്ട് ആൻസർ വരുന്നത്. കണ്ടോ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒന്ന് പിക്ചേഴ്സിനെ നന്നായിട്ട് അനലൈസ് ചെയ്യുക, പഠിക്കുക. അവിടെ എന്ത് മാറ്റം വരുന്നു അതിനനുസരിച്ച് വേണം നിങ്ങൾ പുതിയ ഒരു ഫിഗർ ഏതാണെന്ന് ചൂസ് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോവുകയാണേ. ഇതാണ് നിങ്ങളുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ഇട്ടേ എല്ലാവരും. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലോ? ഒന്ന് വേഗം നോക്കിക്കേ. ഓക്കെ, എല്ലാവരും ആദിദേവ്, ശ്രീനന്ദ, മാളവിക എല്ലാവരും ഒന്ന് ആൻസർ ഇട്ടേ. ഇത് ഏതായിരിക്കും ആൻസർ? ജിൻസി പറയുന്നു ഫസ്റ്റ് വൺ ആ മിസ്സേ. ആവണി പറയുന്നു ഹലോ സെക്കൻഡ് വൺ ആണ്. നോക്കാം ഈ ഫോർത്തിൻ്റെ ആൻസർ ഏതാണെന്നൊന്ന് എല്ലാവരും ഇട്ടേ. ശ്രുതി, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും ഒന്ന് പറഞ്ഞേ. ഓക്കെ, സൈനാനന്ദൻ, അതുൽ, ഹന്ന തോമസ്, റാദുൽ, അനിക, എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. എല്ലാവരും നല്ല പവർഫുൾ മക്കളായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പോരാ, നമുക്ക് കൂടുതൽ എനർജിയിൽ എല്ലാവരും. റെജി, പിന്നെ ശ്രീഹരി, അതുൽ, മിയാറോസ്, അഭിരാമി, ഹന്ന, എക്സലൻറ്റ്. എല്ലാവരും കറക്റ്റായിട്ട്. കണ്ടോ, സിമ്പിളാന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഒരു വി വന്നു. അത് ഓപ്പൺ എങ്ങോട്ടാണ്? അപ്വേർഡ് ഡയറക്ഷൻ ആണ്. അത് നോക്കണം. നിങ്ങൾ എപ്പോഴും തന്നിരിക്കുന്ന ഫിഗറിൽ ചേഞ്ചസ് വരാൻ പാടില്ല. അതിൻ്റെ കൂടെ എക്സ്ട്രായാണ് വരേണ്ടത്. പിന്നെ നമ്മൾ വി ആയിട്ട് തന്നെ കൺസിഡർ ചെയ്താൽ ഇവിടെ എത്ര വി വന്നു? 1 2 വി. ഓക്കെ, അത് രണ്ടും ജോയിൻ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ഫിഗർ. തേർഡ് ഫിഗറോ 1 2 3 വി ജോയിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് എന്താ വേണ്ടത്? 4 വീസ് ജോയിൻ ചെയ്തത്, 4 വി ഷേപ്സ് ജോയിൻ ചെയ്ത ഫിഗർ ആയിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ 1 2 3 4 ഈ തരത്തിൽ നമുക്ക് ഓപ്ഷനായിട്ട് വരുന്നത് ഫസ്റ്റ് വൺ ആണോ? അല്ല, അത് താഴോട്ടാണ് നോക്കിയിരിക്കുന്നത്. ഡൗൺവേർഡ് ഡയറക്ഷൻ ആണ്. അത് തെറ്റാ. പക്ഷെ നമ്മുടെ സെക്കൻഡ് വണ്ണ് കണ്ടോ, 1 2 3 4 4 വി അപ്വേർഡ് ഡയറക്ഷനിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഒന്നും ചിന്തിക്കാനില്ല, നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നു. കണ്ടോ, എൻ്റെ മക്കളെല്ലാവരും നല്ല സൂപ്പറായിട്ട് ആൻസേഴ്സ് തന്നിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യുന്നുണ്ട്. കണ്ടോ, നിങ്ങൾക്കൊക്കെ സിമ്പിളായിട്ട് എക്സാമിന് ആൻസേഴ്സൊക്കെ എഴുതി ജയിക്കാവുന്നതേ ഉള്ളൂ. വലിയ ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കണ്ടോ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇതാണ് നിങ്ങളുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ഞാനൊന്നും പറയുന്നില്ല, എനിക്കൊന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആൻസർ എന്നിട്ടേ. എൻ്റെ മക്കളൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്യാനുണ്ടോ നോക്കട്ടെ. ഓക്കെ, ആൻസേഴ്സ് പോരട്ടെ. പേര് ഇട്ടിട്ടൊന്ന് ആൻസർ ഇടണേ. എനിക്ക് നിങ്ങളുടെ പേരൊക്കെ ഒന്ന് കിട്ടണം. അപ്പം ഒന്ന് പേര് മെൻഷൻ ചെയ്തിട്ട് ആൻസർ ഇടാൻ ശ്രദ്ധിക്കണേ മക്കള്. ആൻസേഴ്സ് പോരട്ടെ. വേഗം വേഗം വേഗം. ഇത്താ വേഗം പോരട്ടെ. എൻ്റെ മക്കളുടെ ആൻസേഴ്സ് സി എന്ന് പറയുന്നുണ്ട്, ബി എന്ന് പറയുന്നുണ്ട്, സൈനന്ദൻ എന്നാണ്, സൈന
പേരെനിക്ക് കിട്ടിയില്ല. അനീഖ വന്നു, അലൻ വന്നു, കൃഷ്ണേന്ദുവിൻ്റെ ആൻസർ, ഫിദ, ആവണി. കണ്ടോ, എല്ലാവരും കറക്റ്റായിട്ട് കണ്ടോ, ഒന്നുമില്ല, സിമ്പിളാണ്. ഫസ്റ്റത്തെ ഫിഗറിൽ ഒരു ലൈൻ, സെക്കൻഡ് ഫിഗറിൽ 2 ലൈൻ, തേർഡ് ഫിഗറിൽ 3 ലൈൻ. ഇനി നമ്മൾ 4 ലൈനുള്ള ഫിഗർ മാത്രം നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും ചിന്തിക്കണോ? ഒരാവശ്യമില്ല. പിന്നെ ഒന്നും തല ഉണ്ടാക്കണോ? ഒന്നുമില്ല. 4 ലൈൻ. ഇതൊക്കെ എത്ര ലൈനാ? നോ നീഡ്. V1 ഇത്രയും വേണോ? 1 2 3 4 ലൈനേ ഉള്ളൂ. ഇങ്ങനെയാണോ നമ്മുടെ ഓൾറെഡി കഴിഞ്ഞിരിക്കുന്ന ഫിഗർ? അല്ല, കട്ട് ചെയ്തോളൂ. D1 ഈ ഒരുപാട് ലൈൻസിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് ഓപ്ഷൻ സിയിലോട്ട് എത്തിപ്പെടാൻ പറ്റി. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് നിങ്ങളുടെ 6th ക്വസ്റ്റ്യൻ. ഒന്നെല്ലാവരും ചെയ്തേ. അതേ പാറ്റേണിൽ പോകുന്നു. നക്ഷത്ര, എല്ലാവരും ഒന്ന് ചെയ്തേ. ഈ ഒരു കാര്യം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഒന്ന് ചെയ്തേ എൻ്റെ മക്കള്. എല്ലാവരുടെയും ആൻസർ പോരട്ടെ. എൻ്റെ ആൻസർ കറക്റ്റാന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഇടുന്നുണ്ട് അലൻ. ഞാൻ കണ്ടു കേട്ടോ. മക്കളെല്ലാവരും നല്ല സൂപ്പറായിട്ട് ആൻസർ ചെയ്യുന്നുണ്ട്. ഐ എം സോ പ്രൗഡ് ഓഫ് എവ്രി വൺ. നിങ്ങളെല്ലാം നല്ല മിടുക്കം പിള്ളേരാണ്. എല്ലാവർക്കും വേ ആൻസർ ഇട്ടോ. ഓക്കെ, ഹന്ന ഇട്ടു, രാതുലിട്ടു, അങ്ങനെ ഏഞ്ചൽ ഇട്ടു. ടീച്ചറെ എത്ര വയസ്സായിന്ന്? അതിന് അമ്മൂമ്മ പോലെ തോന്നിയോ? ശ്രീഹരി, അലൻ, നക്ഷത്ര, മിയ റോസ്. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഇതാ ഒരു ലൈൻ, 2 ലൈൻ, വേറെ ഒന്നിലും മാറ്റമില്ല. സർക്കിളിൽ തന്നെ, സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ലൈൻ. ഇത് എന്താണ് സർക്കിളിൻ്റെ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ മാത്സിൽ. ഇതൊരു റേഡിയസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്തുകൂടെ? ആരം അല്ലേ? സർക്കിളിൻ്റെ ഒരാരം, 2 ആരം, ഇവിടെ 3 ആരം. റേഡിയസ് എന്ന് നിങ്ങൾ പഠിച്ചല്ലോ. സർക്കിളിൻ്റെ, വൃത്തത്തിൻ്റെ ആരത്തെക്കുറിച്ചും വ്യാസത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചതാണ്. അപ്പം അതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഇത് വൃത്തത്തിൻ്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ആണെന്ന് പറയാം. ഇവിടെ 3 റേഡിയസ് വന്നു. ഇനി ഒബ്വിയസ്ലി നമുക്ക് എന്ത് മതി? 4 എണ്ണം വേണം. പക്ഷേ ഈ ഒരു ഫിഗറിൽ മാറ്റം വരരുത്. ഇവിടെ നോക്കിയേ, 1 2 3 4 5 എണ്ണം ഉണ്ട്. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത്. ഇത് ഓൾറെഡി നിങ്ങളുടെ ഫിഗറിൽ സെയിം രീതിയിൽ വേണം. അതിൻ്റെ കൂടെയേ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുള്ളൂ? എക്സ്ട്രാ വരാൻ പാടുള്ളൂ. അങ്ങനെ വരുന്ന ഒരേ ഒരു ഫിഗറേ നമുക്കുള്ളൂ. ദാറ്റ് ഈസ് അവർ ഓപ്ഷൻ ബി. കണ്ടോ? ഓക്കെ, റീന എന്ന് പറയുന്നത് അലനാണെന്ന് തോന്നുന്നു. അലൻ പറഞ്ഞു ഞാൻ റേഡിയസ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്ന്. എക്സലൻറ്റ് മക്കളെ. നിങ്ങൾ മാത്സിലും, മിസ്സിൻ്റെ മെയിനായിട്ട് സബ്ജക്റ്റ് മാത്സ് ആണ്. അതുകൊണ്ട് മിസ് പെട്ടെന്ന് നിങ്ങൾക്ക് റേഡിയസും, ഇത് നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് നമ്മുടെ മെൻ്റൽ എബിലിറ്റി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ഇതാ സിമ്പിളാണ്. കാണുമ്പോൾ ടെൻഷനൊന്നും ആവണ്ട. എല്ലാവരും ഒന്ന് നോക്കിക്കേ. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ മക്കള്. വേഗം പോരട്ടെ. ഓക്കെ, അഭിനന്ദൻ. ഓക്കെ, അലൻ്റെ ആൻസർ കറക്റ്റ്. ഏഞ്ചല ഈസി എന്നൊക്കെ പറയുന്നുണ്ട്. എക്സലൻറ്റ് മക്കളെ. കൃഷ്ണേന്ദു, ഇവ, കൃഷ്ണ. ഓക്കെ, എല്ലാവരും ആൻസേഴ്സ് പോരട്ടെ. രാതുൽ, ആദീവ്, അനിഖ, ശ്രീഹരി, അഭിരാമി, സൈനന്ദൻ. എല്ലാവരുടെയും ആൻസേഴ്സ് നമുക്ക് നോക്കാം. കറക്റ്റ് നിങ്ങളൊക്കെ ചെയ്തത് കറക്റ്റാണോ നോക്കാം. ആദ്യമേ ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഈ ട്രയാങ്കിൾ നിങ്ങളെല്ലാവരും നോക്കിയല്ലോ. ആ ട്രയാങ്കിളിന് മുന്നേ ഒരു ലൈനും അതിനോട് ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നോക്കുക. ട്രയാങ്കിളിന് എവിടെയെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ട്രയാങ്കിൾ അതേപോലെ തന്നെയുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ നിൽക്കുന്ന ലൈൻസിൻ്റെ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്ത് വരുന്നുണ്ട്, കൂടി വരുന്നുണ്ട്. എത്ര ലൈനാണ് ഇവിടെയുള്ളത്? 1 2. ഇനി നെക്സ്റ്റ് ഫിഗറിലോ എത്ര ലൈൻസ് വന്നു? 1 2 3 ലൈൻസ് വന്നു.
അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ചിന്തിക്കാനില്ല. അടുത്ത ഫിഗറിൽ ഈ ട്രയാങ്കിൾ അതേപോലെ ഉണ്ടാവും. അതിൻ്റെ കൂടെ നമുക്ക് 4 ലൈൻസും കൂടെ വരുന്നത് ഏതാണ്? നമ്മുടെ ട്രയാങ്കിൾ ഈ രീതിയിലാണോ ചെരിഞ്ഞിരുന്നത്? ഒരിക്കലുമല്ല. കണ്ടോ, സെക്കൻഡ് ഓപ്ഷനാണ് ഇവിടെ കറക്റ്റായിട്ട് വരുന്നത്. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നില്ലേ? ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ ഫിഗർ കംപ്ലീഷനിൽ വരുന്നത്. സിമ്പിളാണ് ഫോർത്ത് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണേ. വേഗം പവർഫുള്ളായിട്ട് എല്ലാവരും ഒന്ന് ആൻസർ ഇട്ടേ. ഫാസ്റ്റായിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്ത് തീർത്താൽ ഈ ചാപ്റ്റർ പിന്നെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരൊറ്റ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഈ 2 ടൈപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഏത് ക്വസ്റ്റ്യൻസ് ഇനി വന്നാലും ആൻസർ ചെയ്യാം. ഒന്ന് നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഫിഗറും തന്നിരിക്കുന്ന ഏത് ആൻസർ ഫിഗറാണ് അതിൽ സൂട്ട് ആവുന്നതെന്നൊന്ന് കണ്ടുപിടിച്ചേ എൻ്റെ മക്കൾ. ഓക്കെ, അപിത, നക്ഷത്ര, ആൻട്രിയ, സേനന്ദൻ, ഇവ, അനിക, അഭിരാമി, എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. മിയാളോസ്, ഹന്ന, എല്ലാവരും കണ്ടോ? ഒന്നുമില്ല, കണ്ണടച്ച് നമുക്ക് ആൻസർ പറയാം അല്ലേ? എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു ലൈനും ഒരു സ്ലാൻഡിങ് ലൈനും, ചെരിഞ്ഞുള്ള ഒരു ലൈനും വരുന്നുണ്ട്. ഒരു സ്ലീപ്പിംഗ് ലൈൻ, ഇതിനെന്താ പറയുന്നത്? സ്ലീപ്പ് ചെയ്ത് കിടക്കുന്ന, നിലത്ത് കിടക്കുന്ന ഒരു ലൈനും ഒരു സ്ലാൻഡിങ് ലൈനും ആണ് നമ്മുടെ ഫസ്റ്റ് ഫിഗർ എന്ന് പറയുന്നത്. അതിനെന്ത് സംഭവിക്കുന്നു അടുത്ത സെക്ഷനിലോട്ട് പോകുമ്പം? ആ 2 കാര്യങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ല. എക്സ്ട്രാ ആയിട്ട് ഒരു സ്ലാൻഡിങ് ലൈന് താഴത്തെ ഡയറക്ഷനിലോട്ട് വന്നു. ഇനി അടുത്ത ഫിഗറിൽ എന്താ ചേഞ്ച് വരുന്നത്? ആദ്യത്തെ പാർട്ടിൽ ഒരു മാറ്റവും ഇല്ല. ഇപ്പുറത്തെ സൈഡിൽ, നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ, അതിൻ്റെ സ്റ്റാർട്ടിങ് സൈഡിൽ വീണ്ടും ഒരു സ്ലാൻഡിങ് ലൈന് അപ്വേർഡിലോട്ട് വന്നെങ്കിൽ നമുക്ക് അടുത്ത ഫിഗറിൽ എന്ത് വരണം? ഇത്രയും ഭാഗത്തിനൊരു മാറ്റവും ഇല്ലാതെ ഈ ഡൗൺവേർഡിലും കൂടെ വന്നാൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആവും. ആ തരത്തിൽ തന്നിരിക്കുന്ന ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് നമ്മുടെ ഫോർത്ത് വൺ. ഒരേ പൊളി, നമ്മുടെ ആൻസർ ഫോർത്ത് വൺ. കണ്ടോ? എല്ലാവരും തന്നിരിക്കുന്ന ആൻസർ, സംവേദ, കൃഷ്ണേന്ദു, ശിവാനി, എല്ലാവരുടെയും ആൻസേഴ്സ് എന്തായി? കറക്റ്റായി. കണ്ടോ? സിമ്പിൾ കാര്യമല്ലേ ഉള്ളൂ. ഇനി അടുത്തതൊന്ന് നോക്കി, 9th ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് ആൻസർ കമൻറ്റ് ചെയ്തേ. 9th ഏത് ഓപ്ഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത്. ഏത് ഓപ്ഷനായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളതൊന്ന് പറഞ്ഞേ. ശിവാനി, അഭിനന്ദ്, ആവണി, ആദിദേവ് അല്ലേ? ആദിദേവ്, എനിക്കിട്ട പേര് ആദി ഈവ് എന്നാട്ടെ, ഈവി. ഓക്കെ, ഒന്ന് നോക്കിക്കേ. 9th വണ്ണിൻ്റെ ആൻസേഴ്സ് ഇതാ വരുന്നു. വെരി ഗുഡ്. നിഷ എന്നുള്ള പേര് ഞാൻ നോട്ട് ചെയ്ത്, അതുലാന്ന് തോന്നുന്നു അല്ലേ? നിഷ അതുലാണെന്ന് തോന്നുന്നു. നക്ഷത്ര. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ ഫിഗറിൽ ഒരു സർക്കിള്, ഈ ഒരു ഡയറക്ഷനിൽ മാത്രം നമുക്കൊരു സ്ലീപ്പിംഗ് ലൈന് വന്നിട്ടുണ്ട്. ആദ്യമേ ഒരു പ്ലസ് സൈൻ ഉണ്ട്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു കോർണറിൽ മാത്രം നമുക്കൊരു സർക്കിള്. സെക്കൻഡ് ഫിഗറിൽ എന്ത് മാറ്റം വന്നു? 2 ലൈനിൽ നമ്മൾ ഈ ഒരു ലൈൻ വരച്ചു. ഓക്കെ, സ്റ്റാൻഡിങ് ലൈനും സ്ലീപ്പിംഗ് ലൈനും വരച്ചു. എന്ത് പറ്റി സർക്കിളിന്? സർക്കിൾ ഇൻക്രീസായി. 1 എന്നുള്ളത് 2 ആയി. നെക്സ്റ്റ് ഫിഗറിൽ സർക്കിൾ വീണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്ത് വരുന്നു. ഒരു സർക്കിളും കൂടെ ഇവിടെ വന്നു. ആ സർക്കിൾ ഇൻക്രീസ് ചെയ്തപ്പോൾ ആദ്യത്തെ ഫിഗറിൽ നിന്ന് എന്ത് വ്യത്യാസം വന്നു? ഈ ഒരു സൈഡ് എക്സ്ട്രാ നമ്മൾ ഡ്രോ ചെയ്യേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നാൽ അടുത്ത ഫിഗറിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ക്രോസ് എന്തായാലും ഉണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തു, ഇവിടെ ചെയ്തു, ഇവിടെ ചെയ്തു. സർക്കിള് ഇത് 3ഉം ഓൾറെഡി തന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫിഗറിൽ ഈ സർക്കിൾ ഇവിടെ വരണം. ഈ ഒരു ഡയറക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ലൈന് വരയ്ക്കണം. അങ്ങനെ വരുന്ന ഒരൊറ്റ ഫിഗറേ നമുക്കുള്ളൂ. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഓപ്ഷൻ. എല്ലാവർക്കും കിട്ടി. ഓക്കെ, ഇതിൻ്റെ ഡയറക്ഷൻ നോക്കണം. ഈ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എല്ലാ കാര്യങ്ങളും സർക്കിളും ഈ ഒരു ലൈനും റിപ്പീറ്റായി വരുന്നത്. ഓക്കെ, സോ നമുക്ക്
ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? ഇതിലാർക്കും ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ചെയ്യാനില്ലല്ലോ. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. 10th one. എല്ലാവരും ഒന്ന് ആൻസർ ഇട്ടേ. നിങ്ങൾ തന്നെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്തെടുത്തേ അവിടെ എന്ത് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് ഒരേ പൊള്ളിയിൽ നിങ്ങൾ ആൻസർ ഇങ്ങോട്ട് പോരട്ടെ. എല്ലാവരുടെയും സൂപ്പറായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള മക്കൾ ആൻസേഴ്സ് ചെയ്യാൻ വെയിറ്റ് ചെയ്യുന്നു. ആൻസേഴ്സ് പോരട്ടെ. ഓക്കെ, ഇതാ പോരുന്നു. എക്സലൻറ്റ്, എല്ലാവരും ആൻസർ തന്നു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യമേ വെറും ഒരു സ്റ്റാൻഡിങ് ലൈനേ ഉള്ളൂ. ഓക്കെ, ഇങ്ങനെ ഒരു ലൈൻ മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ. സെക്കൻഡ് ഫിഗറിൽ ആ ലൈനിന് എന്ത് സംഭവിച്ചു? ആ ലൈനിൻ്റെ മുകളിൽ ഒരു സർക്കിള് വന്നു. അതിൻ്റെ നെക്സ്റ്റ് ഡയറക്ഷനിലോട്ടേക്ക് എന്ത് വന്നു? ഒരു ലൈന് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ നിന്ന് ഈ ഒരു ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്, ക്ലോക്കിൻ്റെ എതിർ ദിശയിലാണ്, ക്ലോക്കിൻ്റെ ഡയറക്ഷനിലല്ല, ക്ലോക്കിൻ്റെ എതിർ ദിശയിലാണ് അവിടെ മാറ്റം സംഭവിക്കുന്നത് അല്ലേ? ഇനി ഇവിടെ നോക്ക്, ഈ സെക്കൻഡ് ഫിഗറിലോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു സർക്കിള് കൂടി ഈ ഒരു സൈഡിലോട്ട് ഒരു ലൈൻ വന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഫിഗറിൽ എന്ത് വേണം? നമുക്ക് ഈ ലൈന് രണ്ടും വേണം. ഈ രണ്ട് സാധനം ഓൾറെഡി തന്നിട്ടുണ്ട്, അതിലും മാറ്റമില്ല. ഇനി എന്ത് ചെയ്യണം? അടുത്തൊരു സൈഡ് കൂടുന്നതിനോടൊപ്പം സർക്കിള്, ഇവിടെ ഒരു സർക്കിളും കൂടി ഫോം ചെയ്യണം. ആ തരത്തിൽ നമുക്ക് വരുന്ന ഒരേ ഒരു ഫിഗർ, ഒരേ ഒരു ആൻസർ, ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഓപ്ഷൻ. കണ്ടോ? എല്ലാവരും തന്നിരിക്കുന്ന ആൻസർ എന്താണ്? കറക്റ്റായി. എന്തുകൊണ്ടാണ് സെക്കൻഡ് വൺ അല്ലാത്തത്? നമുക്ക് ഉള്ള ഫിഗറിൽ മാറ്റം വരാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ആർക്കെങ്കിലും തെറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർക്കുക, ഉള്ള ഫിഗർ അതേപോലെ നമ്മൾ നിലനിർത്തണം. അതിൽ ചേഞ്ചസ് വരുത്താൻ പാടില്ല. അതിൻ്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇവിടെ ഒരു സർക്കിളും ഈ ഒരു പാർട്ടും ഇൻക്രീസ് ആണ് ചെയ്യേണ്ടത്. ആ പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കണ്ടോ? ഇവിടെ ഈ ഒരു പാറ്റേൺ ഈ ഒരു ഡയറക്ഷനിലാണോ? അല്ല. എല്ലാം നമുക്ക് സർക്കിൾ വേണോ? വേണ്ട. ഈ ഒരു ഡയറക്ഷനിലല്ല എന്ന് ഞാൻ പറഞ്ഞു, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ അല്ല. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ ഫസ്റ്റ് വൺ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 11th ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രദ്ധിച്ചേ. ഓക്കെ, 11th വൺ. സാരമില്ല, തെറ്റിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം നിങ്ങൾ കറക്റ്റ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഓക്കെ, തെറ്റിയെന്ന് ഓർത്ത ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് തിരുത്താൻ ഇനിയും ഒരുപാട് ടൈമുണ്ട്. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് മതി. തെറ്റിൽ നിന്നേ നിങ്ങളൊക്കെ കറക്റ്റിലോട്ട് വന്നാലേ നമുക്ക്, തെറ്റിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ കറക്ഷൻ എന്താണെന്ന് നമ്മൾ മൈൻഡിൽ ഓർത്തിരിക്കുകയുള്ളൂ. എവിടെയാണ് മിസ്റ്റേക്ക് വന്നെന്ന് ക്ലിയർ ആയല്ലോ മക്കൾക്ക്, അത് മതി. ഓക്കെ, ഇത് ഇവിടെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഏത് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്? 11th വൺ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. വെരി ഗുഡ് മക്കളെ. ആദിദേവ്, രാഹുൽ, പിന്നെ ആരാണ്? നക്ഷത്ര, ആൻഡ്രിയ, അനീക, എല്ലാവരും ഒരേ പൊളി ആൻസേഴ്സ് കറക്റ്റാണ്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. ഒരു ലൈനിൽ ഒരു കർവ് ഇങ്ങനെ പോകുന്നു. ഓക്കെ, ഈ ഒരു കർവ് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നു. അത് സ്റ്റോപ്പ് ആവുന്നു. ഇവിടെ എന്തിനേ മാറ്റമുള്ളൂ? ഓക്കെ, ഇവിടെ ഫോം ചെയ്യുന്ന സർക്കിളിൻ്റെ എണ്ണത്തിലേ മാറ്റമുള്ളൂ. സെക്കൻഡ് ഫിഗറിൽ ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. തേർഡ് ഫിഗറിൽ 2 സർക്കിൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ വന്നാൽ നമ്മുടെ ഫോർത്ത് ഫിഗറിൽ എന്തേ വരാളൂ? ഈ ഒരു ഫിഗറിൽ മാറ്റമില്ലാതെ ഒരു സർക്കിൾ ഇവിടെ ഫോം ചെയ്യണം. ആദ്യത്തെ ഫിഗറാണോ? അല്ല. നമുക്ക് ഈ ഫിഗറിൽ മാറ്റം വരുത്താൻ പറ്റുമോ? ഇല്ല. നമുക്കിവിടെ വേറെ ഒരു കാര്യം ഡ്രോ ചെയ്യുന്നത് തന്നിരിക്കുന്ന ഫിഗറിലോട്ട് ആഡപ്പ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡ് ഓപ്ഷൻ അല്ല. പക്ഷെ ഒരേ പുള്ളി നമ്മുടെ ആൻസർ തേർഡ് വൺ ആണ്. കണ്ടോ? അത്രയും സിമ്പിളാണ്. നമുക്ക് ആൻസർ കിട്ടി തേർഡ് വൺ. ഇതാ പോകുന്നു അടുത്ത ക്വസ്റ്റ്യൻ. 12ാമത്തത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് പിക്ചർ നോക്കിയിട്ട് ആൻസറിലോട്ടേക്ക് എത്തിക്കേ. ഓക്കെ, അഭിനന്ദ, സംവേദ, ആവണി,
അബിത, ഇത്രയും പേരേ ഉള്ളൂ. എനിക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള പേര് മാത്രമേ വരുന്നുള്ളല്ലോ. എനിക്ക് 41 മക്കൾ ക്ലാസ്സിലുണ്ടെങ്കിൽ അവരൊക്കെ എവിടെ പോയി? എല്ലാവരും ചെയ്തേ. കണ്ടോ, എല്ലാവരും ആൻസർ കറക്റ്റ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. എക്സലൻറ്റ് മക്കളെ, നിങ്ങളൊക്കെ അടിപൊളി മക്കളല്ലേ. സ്കൂളിൽ പോയി വന്നിട്ട് ഒരു ക്ഷീണവും ഇല്ലാതെ എന്ത് നല്ല മക്കളാണ് നിങ്ങൾ. എനർജറ്റിക് ആയിട്ട് ഇരുന്ന് ക്ലാസ് കൂടുന്നില്ലേ? അത് തന്നെ മതി. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എക്സാമൊക്കെ പാസ്സാവാൻ പറ്റും. ഓക്കെ, നോക്കിക്കേ 12th ക്വസ്റ്റ്യൻ എന്ന് പറയണത്. നോക്കിക്കേ, ഇവിടെ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ഫ്ലാഗിൻ്റെ ഷേപ്പിലാണ് നമുക്ക് വരുന്ന ഫ്ലാഗ്. ഓക്കെ, ഇന്ത്യൻ ഫ്ലാഗ് പോലെ, പതാക പോലെ ഒരു സാധനം തന്നു. അവിടെ എന്ത് സംഭവിച്ചു? ഒരു എക്സ്ട്രാ പോർഷൻ ഇവിടെ ഇൻക്രീസ് ആയി. ആദ്യമേ ഈ ഒരു പോർഷൻ തന്നിരുന്നു, സെക്കൻഡ് ഈ പോർഷൻ ഇൻക്രീസ് ആയി. നെക്സ്റ്റ് സൈഡിൽ ഈ ഒരു സൈഡ്, നെക്സ്റ്റ് ഫിഗറിൽ ഈ ഒരു സൈഡാണ് ഇൻക്രീസ് ആയതെങ്കിൽ നമ്മുടെ ഫൈനൽ ഫിഗറിൽ എന്തേ വേണ്ടു? ഫൈനൽ ഫിഗറിൽ നമുക്ക് ഏത് പാർട്ട് വേണം? ഈ ഒരു സൈഡ് ആയിരിക്കണം ഇൻക്രീസ് ചെയ്യേണ്ടത്. അങ്ങനെ വന്നിരിക്കുന്ന ആൻസർ ഒന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ആൻസർ ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പം 12th 1ൻ്റെ ആൻസർ എത്രയാണ്? 1. അതെ അതാ എനിക്ക് ആൻസേഴ്സ് വരുന്നുണ്ട് ഒരു 100 പ്രാവശ്യം. മാമേ ഒന്നാണ്, മാമിനെ ഒന്നും പറയാനൊന്നുമില്ല, മാം അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പൊക്കോളാനൊക്കെ പറഞ്ഞ് 1 1 1 1 1 എന്നൊക്കെ പറഞ്ഞ് ഇടുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ് പിള്ളേരെ. അടുത്ത ക്വസ്റ്റ്യൻ എന്നാ പിടിച്ചോ. ആൻസർ പോരട്ടെ, വേഗം ആൻസർ പോരട്ടെ. വേഗം 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 ആൻസർ പോരട്ടെ എൻ്റെ മക്കളെ. ഓക്കെ, വരുന്നുണ്ട്. ഇവിടെ ഒറ്റ കാര്യം നോക്കിയാൽ മതി, ഉള്ളിലത്തെ ഈ ലൈനിൻ്റെ എണ്ണം മാത്രം നോക്കിയാൽ മതി. ഇവിടെ 1 ലൈൻ, 2 ലൈൻ, 3 ലൈൻ, അങ്ങനെയാണെങ്കിൽ അടുത്തത് 4 ലൈൻ വരുന്ന അതേ ഫിഗർ ഒരേ പൊളി. തേർഡ് വൺ ഈസ് അവർ റൈറ്റ് ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഇതെല്ലാവരും കറക്റ്റായിട്ട് എനിക്ക് ആൻസർ തന്നിട്ടുണ്ട്. അതുകൊണ്ട് വേഗം വേഗം ആൻസറിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇതും സിമ്പിളാണ്. ചിന്തിക്കണം, നിങ്ങൾക്ക് എന്താണ് ഇൻക്രീസ് ആവുന്നത് എന്നുള്ളത് ചിന്തിച്ച് വേണം ആൻസർ ചെയ്യാൻ. പോരട്ടെ, 14th 1ൻ്റെ ആൻസർ വേഗം വേഗം പോരട്ടെ. ഓക്കെ, ഇവിടെ ഒരു ട്രയാങ്കിൾ, അതിൻ്റെ മുകളിൽ ഒരു ട്രയാങ്കിളാണ് അടുത്ത ഫിഗറിൽ വന്ന മാറ്റം. മൂന്നാമത്തെ ഫിഗറിൽ എന്താ മാറ്റം വന്നത്? അതിൻ്റെ താഴേക്കൊരു എന്ത് ഫിഗറാണ് ഇത്? എന്താ ഫിഗർ? ഞാൻ ട്രയാങ്കിൾ എന്നാണ് പറഞ്ഞല്ലോ, റെക്റ്റാങ്കിൾ അല്ലേ? ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിൻ്റെ മുകളിലൊരു റെക്റ്റാങ്കിൾ, ആ 2 റെക്റ്റാങ്കിളിൻ്റെ താഴെ ഒരു റെക്റ്റാങ്കിൾ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 4th ഫിഗറിൽ എവിടെയായിരിക്കണം വരേണ്ടത്? മുകളിൽ ഇത്രയും ഭാഗത്തിന് ഒരു മാറ്റവും വരാതെ ഈ ഒരു പോർഷനിലായിരിക്കണം നമുക്ക് വരേണ്ടത്. അങ്ങനെ വരുന്ന ഒരേ ഒരു ഫിഗറേ ഉള്ളൂ, അത് ഫസ്റ്റ് വൺ. എക്സലൻറ്റ് സംവേദ്, സന്ദീപ്, നക്ഷത്ര, എല്ലാ ശ്രീനന്ദ, റയാൻ, ലിജോ, നിങ്ങളുടെയൊക്കെ ആൻസർ സിമ്പിളായിട്ട് നിങ്ങളിട്ടു ഫസ്റ്റ് വൺ. അതാണ് കറക്റ്റ് ആൻസർ. മൂവിങ് ടു അവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th 1. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്തേ, സിമ്പിളാണ്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ചേഞ്ച് പറ്റി. നിങ്ങൾ ക്വസ്റ്റ്യൻ ഫിഗറാണ് താഴെ തന്നിരിക്കുന്നത്, ആൻസർ ഫിഗറാണ് മുകളിലോട്ട് പോകേണ്ടത്. ഓക്കെ, ഇത് രണ്ടിൻ്റെയും പൊസിഷൻ ഒന്ന് മാറിപ്പോയി, ഡൗട്ട് അടിക്കേണ്ട. ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് വരേണ്ടത് കേട്ടോ. ഇത് മാം ഒന്ന് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തപ്പോൾ വന്ന മിസ്റ്റേക്കാണ്. ഒന്ന് പറഞ്ഞേ, ക്വസ്റ്റ്യൻ ഫിഗർ ഇതാണ്, ആൻസർ ഫിഗർ ഇതാണ്. ഇതിൽ ഏതായിരിക്കും നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള പാർട്ട്? വേഗം ചെയ്തേ, സിമ്പിളല്ലേ? ആദ്യത്തെ ഒരു സെമി സർക്കിൾ, സർക്കിളിൻ്റെ അർദ്ധവൃത്തം അല്ലേ, പകുതി ഒരു വൃത്തം തന്നിട്ടുണ്ട്, അതിൻ്റെ മുകളിൽ ഒരു ലൈനും ഒരു ഡോട്ടും. അടുത്ത ഫിഗറിലോ അതേ അർദ്ധവൃത്തത്തിൽ എത്ര എണ്ണം എക്സ്ട്രാ വന്നു? ഈ 2 എണ്ണം എന്താണ് എക്സ്ട്രാ വന്നു. ആദ്യമേ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ 2 എണ്ണം കൂടി. ഇനി മൂന്നാമത്തെ ഫിഗറിൽ ഇവിടെ അർദ്ധവൃത്തത്തിന് മാറ്റമൊന്നുമില്ല, തന്നിരുന്ന
ആദ്യത്തെ 3 എണ്ണത്തിലും മാറ്റമില്ല, അതിൻ്റെ കൂടെ വീണ്ടും 2 എണ്ണം എക്സ്ട്രാ വന്നു. ഇനി അടുത്ത ഫിഗറിൽ എത്ര എണ്ണം വരണം? 2 എണ്ണം കൂടെ എക്സ്ട്രാ വരണം അല്ലേ? അപ്പോൾ ഇവിടെ 1, 3, 5 അങ്ങനെയാണ് അതിൻ്റെ ലൈനും ഡോട്ടും ഇൻക്രീസ് ചെയ്തതെങ്കിൽ നമുക്ക് എന്ത് വരണം? അടുത്ത ഫിഗറിൽ 7 ലൈൻസും അതിൻ്റെ മുകളിൽ ഡോട്ട്സും വരണം. അതുകൊണ്ട് ഒന്നാമത്തതല്ല, രണ്ടാമത്തതല്ല, ഒരേ പുള്ളി മൂന്നാമത്തതാണ് നമ്മുടെ ആൻസർ. കണ്ടോ? നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയില്ലേ? എല്ലാവരും സന്ദീപ്, നക്ഷത്ര, ഹന്ന, ഏഞ്ചല, അബിത, അലൻ, ശ്രീനന്ദ, നക്ഷത്ര, അനീക, കൃഷ്ണ, എല്ലാവരുടെയും ആൻസേഴ്സ് കറക്റ്റായിട്ട് വന്നു. മൂവിങ് ടു അവർ 16th ക്വസ്റ്റ്യൻ. വേഗം ആൻസറിലോട്ട് പോക്കെ. 16th one ക്വസ്റ്റ്യൻ ഫിഗർ നിങ്ങൾക്ക് കാണാം. ആൻസർ ഫിഗറിൽ ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ഏതായിരിക്കും നിങ്ങൾ ചൂസ് ചെയ്യുക? ഒന്ന് നോക്കിയിട്ട് വേഗം പറഞ്ഞേ. ഓക്കെ, ആൻസർ എത്തിക്കഴിഞ്ഞു. കണ്ടോ? എൻ്റെ മക്കളെല്ലാവരും സൂപ്പറായിട്ട് ആൻസർ ചെയ്യുന്നു. ആദ്യത്തെ ഫിഗറിൽ എത്ര ലൈൻസ് ഉണ്ട്? 1, 2, 3 ലൈൻസ് വന്നു. അടുത്തതിലോ എന്താണ് എക്സ്ട്രാ വന്നത്? ആ 3ൻ്റെ കൂടെ 2 ലൈൻസും കൂടെ, 3ൻ്റെ കൂടെ 2 ലൈൻസും കൂടെ കൂടുതൽ വന്നു. അങ്ങനെ ടോട്ടൽ നമുക്ക് 5 ലൈനായി. ഇനി അടുത്തതിൽ എന്താ എക്സ്ട്രാ വന്നത്? ഈ 2 ലൈൻ, 5ൻ്റെ കൂടെ താഴത്തെ 2 പാർട്ടാണ് എക്സ്ട്രാ വന്നത്. ഇനി നമുക്ക് എന്തേ വരാൻ പാടുള്ളൂ? ഈ 5ൻ്റെ കൂടെ 2 കൂടിയെങ്കിൽ ഇനി നമുക്ക് എന്തിൻ്റെ കൂടെ? 7ൻ്റെ കൂടെ 2 കൂടണം. അതായത് ഈ ഇത്രയും ഫിഗർ എന്തായാലും ഉണ്ടായിരിക്കണം. ഇതിൽ ഈ 3rd ഫിഗർ കംപ്ലീറ്റ് ഉണ്ടോ? ഇവിടുത്തെ പാർട്ട് ഉണ്ടോ? ഇല്ല. അതോടെ നമുക്ക് പറയാം അതല്ല നമ്മുടെ ആൻസർ. ഇനി ഈ ഫിഗറിൽ അത്രയും ഭാഗം ഉണ്ട്, എക്സ്ട്രാ 2 എണ്ണം വന്നു, 9 എണ്ണം വന്നു. ഇതവിടെ നിൽക്കട്ടെ. ഇതാണോ? ഈ പാർട്ട് ഉണ്ടോ? ഇല്ല, തെറ്റ്. ഇവിടെ എന്താ വ്യത്യാസം വന്നത്? ഇങ്ങനെ വന്ന് ഇങ്ങനെയാണോ വരേണ്ടത്? നമുക്ക് 9, 10, 11 എണ്ണം വേണോ? വേണ്ട. അതുകൊണ്ട് ഒരേ പുള്ളി നമ്മുടെ ആൻസർ സെക്കൻഡ് ആണ്. കണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെയും ചിന്തിക്കാം. നിങ്ങൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് തോന്നി എന്ത് ചെയ്യണം? ഏതൊക്കെ ആകില്ല എന്നുള്ളത് ചിന്തിച്ചിട്ട് അതിനെ കട്ട് ചെയ്തിട്ടും ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ടോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 17ാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രദ്ധിച്ചേ. 17ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ECPC, നമ്പർ PC എന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? സിമ്പിൾ അല്ലേ ഈ ചാപ്റ്റർ? ഇനി അടുത്ത 2 ടൈപ്പും എന്ന് പറയുന്നതും വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല. നിങ്ങൾ ഈ 2 ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ആ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പാർട്ടിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് തെറ്റുകയേയില്ല. ഓക്കെ, നോക്കാം. ഇവിടെ ക്വസ്റ്റ്യൻ ഫിഗറിന് എന്ത് സംഭവിക്കുന്നു? ആദ്യമേ 2 ഫിഗറാണ് നമ്മുടെ സ്ക്വയറിനുള്ളിൽ വന്നിരിക്കുന്നത്. ഓക്കെ, 2 ഡയമണ്ട് ഷേപ്സ് ആണ് നമ്മുടെ ഫിഗറിൽ വന്നിരിക്കുന്നത്. സെക്കൻഡ് ഫിഗറിൽ എന്ത് വന്നു? 3 എണ്ണം വന്നു, 3 ഡയമണ്ട്സ് വന്നു. ഇനി ഇതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. കണ്ടോ? അടുത്ത ഫിഗറിൽ നമുക്ക് 4 എണ്ണം വന്നു. പൊസിഷൻ മാറുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. നമ്പർ ഓഫ് ഡയമണ്ട്സ് എന്താണ് ഇൻക്രീസ് ചെയ്യുന്നത് മാത്രം നോക്കാനേ പറ്റത്തുള്ളൂ. പൊസിഷൻ ചേഞ്ച് ആവുന്നതല്ല, നമ്പറാണ് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്പർ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇവിടെ 4 എണ്ണം വന്നാൽ ഇനി 5 എണ്ണം ഉള്ളത് മാത്രം നോക്കിയാൽ മതി. വേറെ എന്തെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത്, ആരും അടുത്തടുത്തല്ല വരുന്നത്, എല്ലാം സ്പ്രെഡ് ചെയ്ത് ഓരോരോ പൊസിഷനിലാണ്. നമുക്ക് സ്പ്രെഡ് ചെയ്ത ഏതെങ്കിലും 5 എണ്ണം വരുന്ന ഫിഗർ വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. ആദ്യത്തത് ഈ രീതിയിൽ വന്നു, രണ്ടാമത്തത് 3 എണ്ണം വന്നു. അടുത്തത് എന്തായിരിക്കണം? സ്പ്രെഡ് ചെയ്ത് വരണം. അടുത്തടുത്ത് വരാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ ഇത് വരാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ ഈ ഫിഗേഴ്സിന് എല്ലാത്തിനും വരുന്ന പൊതുവായ മാറ്റം എന്താണ്? ഇതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് മൂന്നാമത്തത് ഇവിടെ വന്നു.
ഓക്കെ, ഇനി ഇതും എന്തായിരിക്കണം, ഏകദേശം റിലേറ്റഡ് ആയിട്ടുള്ള ഫിഗർ ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആൻസർ ഏതേ വരുള്ളൂ, ഈ ഒരു പാർട്ട്. ഇവിടെ നോക്കിക്കേ, ഇതിന് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് മാറിയപ്പം എന്തേ വ്യത്യാസം വന്നുള്ളൂ. ഓക്കെ, ഇവിടെ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലോട്ട് വന്നപ്പം എന്തേ വ്യത്യാസം വന്നുള്ളൂ, ഇവിടെ ഒരു എക്സ്ട്രേ വന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മൂന്നാമത്തതും നാലാമത്തതും കണക്ട് ചെയ്യുമ്പോൾ അതേ രീതിയിലുള്ള ഫിഗറിൻ്റെ കൂടെ എക്സ്ട്രയെ വരാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ആൻസർ 1 എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവും. ഇതിൽ രണ്ടിലും മാറ്റങ്ങളൊന്നുമില്ല. ഈ ആദ്യത്തെ ഫിഗറിൽ നിന്ന് ഇതിവിടെ ഒരെണ്ണം എക്സ്ട്രാ വന്നതേ ഉള്ളൂ. അപ്പം തേർഡും ഫോർത്തിലും എന്ത് വരാനേ പാടുള്ളൂ, ഒരെണ്ണം എക്സ്ട്രാ വരാനേ പാടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഫസ്റ്റ് 1. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. 18th വൺ ഈസിയാണ്, ഒന്നുമില്ല എക്സ്പ്ലെയിൻ ചെയ്യാൻ. വേഗം പോരട്ടെ ആൻസർ, വേഗം പോരട്ടെ. ഇവിടെ ഒന്നും ചിന്തിക്കാനില്ല, ആൻസർ പോരട്ടെ, വേഗം ആൻസർ പോരട്ടെ. ഓക്കെ, ഇവിടെ ഒരു ലൈൻ അല്ലേ, ഇവിടെ ഒരു ലൈൻ, ഇവിടെ 2 ലൈൻ, ഇവിടെ 3 ലൈൻ. ഒന്നുമില്ല മക്കളെ, എല്ലാവരും സ്ലീപ്പിംഗ് ലൈനാണ്, കിടക്കുന്ന ലൈനാണ് അല്ലേ. ഇങ്ങനെ കിടക്കുന്ന പോലത്തെ സ്ലീപ്പിംഗ് ലൈൻ എന്ന് പറയും ഇതിന് ഇംഗ്ലീഷിൽ. അപ്പം ഇനി എന്തേ വരാവുള്ളൂ, 1 2 3 4 സ്ലീപ്പിംഗ് ലൈൻ വരുന്ന ഒരേ ഒരു ആൻസർ, ദാറ്റ് ഈസ് അവർ സെക്കൻഡ് 1. ഓക്കെ, അത്രയേ ഉള്ളൂ, സിമ്പിളാണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, 19th വൺ. ഈസി ആയതുകൊണ്ടാണ് മിസ് ഫാസ്റ്റായിട്ട് പോകുന്നത്, ആർക്കും ബുദ്ധിമുട്ടാവുന്നില്ലല്ലോ. സന്ദീപ്, ശ്രീനന്ദ, എല്ലാവരുടെയും ആൻസർ കറക്റ്റാണ് കേട്ടോ. സേറ, സംവേദ. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും ഇട്ടേ. നക്ഷത്ര, മിയ റോസ്, ജിൻസി, അനശ്വര, എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. ശിവനന്ദൻ, സംവേദ്, അലൻ, എക്സലന്റ് മക്കളെ, എല്ലാവരുടെയും ആൻസർ കറക്റ്റാണ്. ഇതിൻ്റെ ഒന്ന് ആൻസർ പോരട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, ആൻസേഴ്സ് വന്നു തുടങ്ങി. നോക്കാം എന്താ സംഭവിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ തന്നെ റിലേറ്റഡ് ആയിട്ടൊന്ന് കണ്ടതായിരുന്നു അല്ലേ, അത് ചെരിഞ്ഞായിരുന്നു ഫിഗർ, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ ഫിഗർ ഇങ്ങനെയായിരുന്നു തന്നതെന്ന് മാത്രം, ബാക്കിയെല്ലാം സെയിം ആണ്, ഒന്നും ചിന്തിക്കാനില്ല. 2 സൈഡ്, 3 സൈഡ്, 4 സൈഡ് എങ്കിൽ 5 സൈഡ് വരുന്ന ഫിഗർ ഏതാണ്, ഒരേ പുള്ളി ഇൻ 4th വൺ. കണ്ടോ, നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ, പൊസിഷൻ ഒന്ന് മാറ്റി നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 20th ക്വസ്റ്റ്യൻ വേഗം ചെയ്തേ. 20th ക്വസ്റ്റ്യൻ ഒന്ന് വേഗം ചെയ്തേ മക്കള്, അടിപൊളിയായിട്ട് പവർഫുള്ളായിട്ട് മക്കളൊന്ന് പറഞ്ഞേ. ഓക്കെ, അതാ വരുന്നു, ആൻസേഴ്സ് വന്നു കഴിഞ്ഞു. എക്സലൻറ്റ്. കൃഷ്ണേന്ദു, മാളവിക, ശ്രീനന്ദ, അനശ്വര കണ്ടോ, മക്കളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. മിസ്സേ നെക്സ്റ്റ് പോരട്ടെ എന്ന് പറഞ്ഞേ. കണ്ടോ, നോക്കിയാൽ ഒന്നുമില്ല. സ്ക്വയറിൻ്റെ മുകളിൽ ഒരു ലൈൻ, സ്ക്വയറിൻ്റെ മുകളിൽ 2 ലൈൻ, സ്ക്വയറിൻ്റെ മുകളിൽ സ്ക്വയർ ആണോ? ഓക്കെ, സ്ക്വയർ അല്ല കേട്ടോ, ഇത് റെക്റ്റാങ്കിൾ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആണോ? അല്ല, റെക്റ്റാങ്കിൾ അല്ലേ. അതിൻ്റെ മുകളിൽ 3 ലൈൻ. അങ്ങനെ വന്നാൽ അടുത്തതിൽ 4 ലൈനേ വരാൻ പാടുള്ളൂ, വേറെ ഒന്നും ചിന്തിക്കണ്ട. 4 ലൈന് വരണം അല്ലേ. അങ്ങനെ 4 ലൈൻ വരുന്നത് ഏതാ? ഇങ്ങനെയാണോ നമ്മുടെ ലൈൻസ് വരുന്നത്? അല്ല. ഈ ഒരു രീതിയിലാണോ ലൈൻസ് വരുന്നത്? അല്ല. ഈ ഒരു രീതിയിലാണോ? അല്ല. നമ്മുടെ ആൻസർ ഒരേ പുള്ളി ഫസ്റ്റ് 1. കണ്ടോ, എല്ലാ മക്കളും ചെയ്തത് കറക്റ്റായിട്ടാണ്. എനിക്ക് ആൻസേഴ്സ് എല്ലാം വന്നിരിക്കുന്നത്. അഭിനന്ദ, സന്ദീപ്, നക്ഷത്ര, ആദിദേവ്, എല്ലാവരും. ഇതാ നമ്മുടെ ഇനി 2 ക്വസ്റ്റ്യൻസും കൂടെ ഉള്ളൂ. ഒന്നുകൂടെ ഇതും കൂടെ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഫിഗർ തന്നിട്ടുണ്ട്, ആൻസർ ഫിഗർ തന്നിട്ടുണ്ട്. എന്താണ് നമ്മുടെ മിസ്സിങ് പാർട്ട് ഒന്ന് നോക്കിക്കേ. ആദ്യത്തെ ഫിഗറിൽ എത്ര സർക്കിളുണ്ട്? ശിവനന്ദൻ, അഭിരാമി, ഓക്കെ, അനശ്വര, വേഗം ഒന്ന് ആൻസർ ചെയ്തേ. ഓക്കെ, ആദ്യത്തെ ഫിഗറിൽ എന്താണ് മാറ്റം എന്നുള്ളത് നോക്കിക്കേ. രണ്ടാമത്തെ ഫിഗറിൽ എന്ത് സംഭവിച്ചു? തേർഡ് ഫിഗറിൽ എന്ത് സംഭവിച്ചു? അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് ഫിഗറിൽ എന്താണ് വരേണ്ടത്? ഓക്കെ, ആൻസേഴ്സ് ഇതാ വന്നു കഴിഞ്ഞു. ആദ്യത്തെ ഫിഗറിൽ നിന്ന്
ഒരെണ്ണത്തെ എടുത്തു കളഞ്ഞു അല്ലേ, ഇവിടത്തേത് മാറ്റി, അത് മാത്രമേ വന്നുള്ളൂ. അടുത്തതിൽ 2 എണ്ണം മാറ്റിയെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ഫിഗറിൽ ഈ ഒരു കംപ്ലീറ്റ് റോ നമുക്ക് വേണ്ട, അത്രയേ ഉള്ളൂ. അപ്പോൾ 1 2 3 4 5 6 എണ്ണം മാത്രം വരുന്ന ഫസ്റ്റ് 1 ഈസ് അവർ ആൻസർ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇതാ നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. എല്ലാവരുടെയും ആൻസർ എനിക്ക് വേണം. ഇപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എൻ്റെ എല്ലാ മക്കളും പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് ഇതിൻ്റെ ആൻസർ ഒന്ന് തന്നാൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എല്ലാവരുടെയും ആൻസേഴ്സ് പോരട്ടെ. സിമ്പിൾ അല്ലേ? അപ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന്. ശ്രീനന്ദ ഇതാട്ടോ മിസ് വിളിച്ചു, സംവേദ, സന്ദീപ്, എല്ലാവരെയും മിസ് കാണുന്നുണ്ട്. എക്സലൻറ്റ് മക്കളെ. ഇതാ നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്ന് ആൻസർ ചെയ്തേ മക്കൾ. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്. എക്സലൻറ്റ്. പോരട്ടെ പോരട്ടെ, ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണേ മക്കള്. ആരൊക്കെയോ തേർഡ് 1 ആൻസർ എന്ന് പറയുന്നുണ്ട്. അല്ല, നക്ഷത്ര, മിയാഴോ, ശ്രീനന്ദ, നിങ്ങളുടെയൊക്കെ ആൻസർ. അഭിനവ് ഫസ്റ്റ് എന്ന് പറയുന്നുണ്ട്. നോക്കാം. ആദിദേവ് തേർഡ് എന്ന് പറയുന്നുണ്ട്. എന്താ നോക്കാം നമുക്ക്. എന്താണ് 2 3 ആൻസർ എന്തായാലും കറക്റ്റ് വരുമോ എൻ്റെ മക്കളെ? ഒരു ആൻസർ അല്ലേ കറക്റ്റ് വരുള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച്. തെറ്റു തേർഡ്, ഫസ്റ്റ്, ഫോർത്ത് എന്നൊക്കെ പറഞ്ഞവർ ഒന്നുകൂടി ഒന്ന് ചിന്തിച്ചേ. സെക്കൻഡ് എന്ന് പറയുന്നുണ്ട്. നോക്കാം. ഇവിടെ നമ്മൾ 2 കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. സൈഡ്സ് ഓഫ് ദി ഫിഗർ. ഇവിടെ 1 2 സൈഡ് വന്നു, 2 സർക്കിൾ വന്നു. ഇവിടെയോ 1 2 3 സൈഡ്സ് വന്നു, 3 സർക്കിൾ വന്നു. അടുത്തതിലോ 1 2 3 4 സൈഡ് വന്നു, 4 സർക്കിൾ വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ എന്ത് വേണം? 5 സൈഡ് വേണം. ഓക്കെ, 5 സൈഡും 5 സർക്കിളും വേണം അല്ലേ? ആ രീതിയിൽ നമുക്ക് വരുന്നത് ഏതാണ്? എവിടെയാ സർക്കിൾ വേണ്ടതെന്നൊന്നുമില്ല. 5 സൈഡും ഇവിടെ നോക്കിയേ, 1 2 3 4 5 സൈഡ് വന്നു. പക്ഷേ സർക്കിൾ എത്ര എണ്ണം വന്നു? 6 എണ്ണം വന്നു. 5ഉം 6ഉം വരാൻ പാടുണ്ടോ? ഇല്ല. ഇവിടെ 5 സൈഡും 5 സർക്കിളും ഒരേ പുള്ളി. നമ്മുടെ ആൻസർ സെക്കൻഡ് 1. കണ്ടോ? ഇത്രയേ ഉള്ളൂ മക്കളെ നിങ്ങൾക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പം നമ്മൾ ഇന്ന് എന്തായിരുന്നു പഠിച്ചതെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. 2 കാര്യങ്ങളെ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. എന്തായിരുന്നു നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഫിഗർ സീരീസ് കംപ്ലീഷനിൽ ഇന്ന് നമ്മൾ പഠിച്ചത് 2 ടൈപ്പാണ്. ഏതാണ്? നമ്പർ ഓഫ് ഡിസൈനും സൈഡ്സ് ഓഫ് ഡിസൈനും. എന്താണ്? വശത്തെ അടിസ്ഥാനമാക്കിയും സ്ഥാനത്തെ അടിസ്ഥാനമാക്കിയും വരുന്ന ഫിഗറുകൾ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. വശത്തെ അല്ല, എണ്ണത്തെ അടിസ്ഥാനമാക്കിയും വശത്തെ അടിസ്ഥാനമാക്കിയും. ആ 2 കാര്യങ്ങൾ, ആ ടൈപ്പ് ഓഫ് ഫിഗേഴ്സ് മാത്രമേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്പർ ഓഫ് സൈഡ്സിൻ്റെയും നമ്പർ ഓഫ് ഡിസൈൻസിൻ്റെയും ബേസിൽ എങ്ങനെയാണ് ഫിഗേഴ്സ് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ അടുത്ത ഫിഗറിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ? സിമ്പിളാണ്. ഓക്കെ, സൈഡ് നമ്പർ ഓഫ് ഐറ്റം. ഇപ്പോൾ 1 സർക്കിള് 2 സർക്കിള് 3 സർക്കിള് വന്നാൽ എന്തായാലും അടുത്തതിൽ 4 എണ്ണം വരും. അത്രയേ ഉള്ളൂ നമ്പർ ഓഫ് ഐറ്റമിൽ. നമ്പർ ഓഫ് സൈഡ് ഒരു ഫിഗറിൽ 2 സൈഡ് 3 സൈഡ് 4 സൈഡ് വന്നാൽ അടുത്തതിൽ 5 സൈഡ് ഉണ്ടാവും. ചിലപ്പോൾ ഇത് 2ഉം കൂടെ ഒരുമിച്ച് വരാം നിങ്ങൾക്ക്. ഓക്കെ, നമ്പർ ഓഫ് ഐറ്റം കൂടി വരാം, നമ്പർ ഓഫ് സൈഡും കൂടി വരാം. അപ്പം ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാവരും നല്ല ഉഷാറായിട്ട് ഇന്ന് ചെയ്തു. എൻ്റെ മക്കളെല്ലാം നന്നായിട്ട് ആൻസേഴ്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി തരുന്ന വർക്ക്ഷീറ്റ്സും കൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ ഈ പാർട്ട് ക്ലിയർ. ഓക്കെ, അപ്പം എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും അടുത്തൊരു ക്ലാസ്സിലേക്ക് നമുക്ക് അടുത്ത 2 ടൈപ്പ് ഓഫ് വേർഡ് ഡിസ്കസ് ചെയ്താൽ ഈ ചാപ്റ്റർ ക്ലിയർ ആകും.
അപ്പോൾ താങ്ക് യു സോ മച്ച്.